ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ സ്വീറ്റി ആയിട്ടുള്ള ഒരു ഡിഷ് തയ്യാറാക്കിയെടുക്കാം. ഇത് ഒരു ബംഗാളി ഡെസേർട്ടാണ്, മാൽപുവ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് മൈദ, അതേ കപ്പിന് 1/2 കപ്പ് റവ, പിന്നെ വേണ്ടത് 1/2 കപ്പ് പഞ്ചസാര. നിങ്ങൾക്ക് വേണമെങ്കിൽ 3/4 കപ്പോളം പഞ്ചസാര ചേർക്കാം. പിന്നെ വേണ്ടത് ചൂടുവെള്ളമാണ്, അത് 1 കപ്പ് ചൂടുവെള്ളം. നമ്മൾ എല്ലാം ഒരേ അളവിലുള്ള കപ്പിലായിരിക്കണം മെഷർമെൻറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണിത്. അതുമാത്രമല്ല വളരെ ഈസിയുമാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നാൽ മാത്രമേ നമുക്കിതിൻ്റെ ആ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കറക്റ്റിന് നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 15 മിനിറ്റ് നമുക്കിതുപോലെ തന്നെ വെക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്ക് ഇതെടുക്കാം. ഇപ്പോൾ ഇത്തിരി കൂടി നന്നായിട്ടൊന്ന് കട്ടിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമുക്കിത് ഫ്രൈ ചെയ്യേണ്ടത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടി ചേർക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു കടായിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം ഇതുപോലെ ഒരു വലിയ സ്പൂണിന് നമുക്ക് നമ്മുടെ മാൽപ്പുവയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളറാവണം. നമ്മുടെ ഇതിൻ്റെ അടിഭാഗം ഒന്ന് ഒരു ഗോൾഡൻ നിറമായാൽ മതി. ആയി ഇത് നന്നായിട്ട് പൊങ്ങി വരും. കണ്ടോ, ഇപ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിങ്ങളിട്ട് തിരിച്ച് മറിച്ചൊക്കെ കൊടുക്കുക. എന്നിട്ട് വേണം തിരിച്ചിടാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് പൊങ്ങിയതിന് ശേഷം മാത്രമേ നിങ്ങളിത് തിരിച്ചിടാൻ പാടുള്ളൂ. ഇത് നന്നായിട്ട് പൊങ്ങി വരാതെ തന്നെ ചെയ്യും. നമ്മളിതിൽ പ്രത്യേകിച്ച് സോഡാപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ തന്നെ നല്ല ഫ്ലേവർ വരുന്നുണ്ട്. അപ്പോൾ 2 ഭാഗവും ഇതുപോലെ ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ശരിക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പൊങ്ങി വരുമ്പോൾ മാത്രം നിങ്ങൾ തിരിച്ചിട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബംഗാളി ഡെസേർട്ടാണ് മാൽപുവ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ബാക്കിയുള്ളത് കൂടി ഞാനിവിടെ ഫ്രൈ ചെയ്ത് വച്ചിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.